അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ ഇസ്മ നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ അസൂയ, സിഹർ, കണ്ണേറ് പോലത്തെ കാര്യങ്ങളെ കൊണ്ട് നിങ്ങളെ ഒരാൾക്കും തകർക്കാൻ കഴിയുകയില്ല. അത്രയും പ്രതിഫലമുള്ള ശ്രേഷ്ഠതയുള്ള അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മിനെയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഈ ചെറിയ അറിവിനെ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. നമ്മിൽ നിന്ന് പല ആളുകളും സിഹറ് കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. മറ്റുള്ളവർ സിഹറ് ചെയ്ത് അതിൽ കുടുങ്ങി പ്രയാസപ്പെട്ട് നീങ്ങുന്ന ആളുകളുണ്ട്. അസൂയക്കാരുടെ അസൂയ കാരണമായിക്കൊണ്ട് ജീവിതം തകർന്നവരുണ്ട്. ബിസിനസ് നഷ്ടപ്പെട്ടു, വീട് പണി മുടങ്ങിക്കിടക്കുന്നു. മറ്റുള്ളവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയ കാരണം പ്രശ്നങ്ങളായി ഇങ്ങനെ പലവിധ ബുദ്ധിമുട്ടുകളിൽ കുടുങ്ങി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ശത്രുക്കളുടെ പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടണം. പല വിധത്തിൽ നമ്മെ ഉപദ്രവിക്കുന്ന ശത്രുക്കളുണ്ട്. ശാരീരികമായി, മാനസികമായി, സിഹർ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരുപാട് വിധത്തിൽ നമ്മെ ഉപദ്രവിക്കുന്ന ശത്രുക്കളിൽ നിന്ന് നമുക്ക് മോചനം കിട്ടും. കണ്ണേറിൽ നിന്ന് നമുക്ക് മോചനം കിട്ടും. അൽ ഐനു ഹക്കുൻ, കണ്ണേറ് സത്യമാണ് എന്ന് റസൂലുള്ള പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ കണ്ണേറ് നമുക്ക് തട്ടുകയും അത് ഫലിക്കുകയും ചെയ്യും. അത്തരം ആളുകളുടെ ബുദ്ധിമുട്ടിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. ഇങ്ങനെയുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും അങ്ങനെ ആരെങ്കിലും ആ പ്രയാസത്തിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്കും രക്ഷപ്പെടാൻ ഉപകരിക്കുന്ന അള്ളാഹുവിൻ്റെ മഹത്തായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഇസ്മാണ് യാ മുഈദു യാ അള്ളാഹ്. യാ മുഈദു യാ അള്ളാഹ്. സ്ക്രീനിൽ കാണുന്ന ആ ഇസ്മിനെ ഒരു നിശ്ചിത എണ്ണം നിങ്ങൾ കണക്കാക്കി ഏതെങ്കിലും ഒരു സമയത്ത് എല്ലാ ദിവസവും നിങ്ങൾ ചൊല്ലുക. ചൊല്ലിക്കഴിഞ്ഞിട്ട് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹുവേ, ഈ ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് എനിക്ക് ബാധിച്ച സിഹർ, എനിക്ക് ബാധിച്ച കണ്ണേറ്, എനിക്ക് ബാധിച്ച അസൂയ എല്ലാം നഷ്ടപ്പെടുത്തി അതിനെയെല്ലാം ബാത്തിലാക്കി തരണേ അള്ളാഹ്. ഇനി കണ്ണേറോ അസൂയ ഇങ്ങനെയുള്ളതൊന്നും നമുക്ക് ഏറ്റിട്ടില്ല എങ്കിൽ പടച്ച റബ്ബേ, അത്തരത്തിലുള്ളതിനെ തൊട്ടൊക്കെ എന്നെ കാക്കണേ, എൻ്റെ കുടുംബത്തിനെ കാക്കണേ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ഈ ഇസ്മിൻ്റെ ഫലം പറയുന്ന സ്ഥലത്ത് കാണാം, ആരാണോ സിഹർ ചെയ്തത്, ആരാണോ അസൂയ വെച്ചത്, ആരാണോ കണ്ണേറ് കൊണ്ട് ഉപദ്രവിക്കുന്നത്, ആ ഉപദ്രവം ചെയ്യുന്ന ആളുകളിലേക്ക് തന്നെ അത് മടങ്ങുകയും അവർക്കർഹമായ ശിക്ഷ ദുനിയാവിലും ആഖിറത്തിലും ലഭിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാം. അത്രയും ശക്തിയുള്ള ഇസ്മാണ് യാ മുഈദു യാ അല്ലാ എന്നുള്ള ഇസ്മ. അതുകൊണ്ട് തന്നെ ആ ഇസ്മിനെ പറഞ്ഞ പോലെ നിശ്ചിത എണ്ണം കണക്കാക്കി നിത്യമായി ചൊല്ലുക. ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അല്ലാഹു തആല നമ്മുടെ പ്രാർത്ഥനകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു തആല തീർത്തു തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരിലേക്കൊക്കെ അറിവിനെ ഷെയർ ചെയ്തു കൊടുക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ അഭിപ്രായങ്ങളും ദുആ വസിയത്തും കമൻ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.